ഡ്യൂക്കുവിൻ്റെ ലക്കി ഭാസ്കർ, മമ്മൂക്കയുടെ ബസൂക്ക, ആടുജീവിതം എന്ന ചിത്രം സെക്കൻഡ് ശനിയാഴ്ച എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സെക്കൻഡ് വീക്കിലേക്ക് കയറിയ ആടുജീവിതം എന്ന ചിത്രം സെക്കൻഡ് ശനിയാഴ്ച മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നത്. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ഓരോ മണിക്കൂറിലും ഇപ്പോഴും 6000-ൻ്റെയും 7000-ൻ്റെയും മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. 9 ദിവസങ്ങൾ കൊണ്ട് തന്നെ വേൾഡ് വൈഡിൽ നിന്ന് 100 CR ഇടം പിടിച്ച് ചരിത്ര നേട്ടം കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മലയാള സിനിമയുടെ ഏറ്റവും വേഗമേറിയ 100 കോടി എന്ന നായികക്കല്ലാണ് ആടുജീവിതം കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് ഏകദേശം 108 കോടിയോളം രൂപയാണ് 10 ദിവസങ്ങൾ കൊണ്ട് ബോക്സ് ഓഫീസിൽ നിന്നും ആടുജീവിതം കൈവരിക്കാൻ വേണ്ടി പോകുന്നത്. ദുൽഖർ സൽമാനെ നായകനാക്കിയിട്ട് വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ ലക്കി ഭാസ്കർ. ഈ ഒരു ചിത്രം ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ മറ്റൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ദുൽഖർ സൽമാൻ ഇന്ന് പങ്കുവച്ചിരിക്കുകയാണ്. വെങ്കി അറ്റ്ലൂരിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോസും അതോടൊപ്പം തന്നെ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ ടീസർ ഉടൻ തന്നെ പുറത്തു വിടുമെന്നുള്ള റിപ്പോർട്ടുകളും ആ ഒരു പോസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു. ദുൽഖർ സൽമാൻ അവസാന തിയേറ്ററിൽ എത്തിയ ചിത്രം കിങ് ഓഫ് കൊത്തയായിരുന്നു. ഏകദേശം 6 മാസത്തിൽ കൂടുതൽ സമയമായി DQ ചിത്രം ഒന്ന് തിയേറ്ററിൽ എത്തിയിട്ട്. മമ്മൂക്കയെ നായകനാക്കിയിട്ട് ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ ബസൂക്ക. ചിത്രം ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തും. ഇപ്പോൾ ഇതാ ചിത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു വലിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ടീസർ ഉടൻ തന്നെ പുറത്തുവിടും. ബസൂക്ക എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായിട്ടുണ്ട്. അത്രയും വലിയ ഷെഡ്യൂളുകളിലൂടെയാണ് ഈ ഒരു ചിത്രം കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് സിനിമയല്ല, മികച്ച രീതിയിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്റർടൈനർ സിനിമയായിരിക്കും ബസൂക്ക എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ വിശ്വാസം. മമ്മൂക്കയുടെ ഇനി തിയേറ്ററിൽ എത്തുന്ന സിനിമകളാണല്ലോ ബസൂക്കയും അതോടൊപ്പം ടർബോ എന്ന ചിത്രവും. ടർബോ എന്ന ചിത്രം മെയ് 9 റിലീസ് ആകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതുവരെയും അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല. ബസൂക്കയ്ക്ക് വേണ്ടിയിട്ടാണോ ടർബോ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്.